ബാംഗ്ലൂരിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. അത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ കുറേയൊക്കെ ധാത്രീൻ്റെ എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റു എണ്ണകൾ യൂസ് ചെയ്യുന്നു, ക്രീമുകൾ യൂസ് ചെയ്യുന്നു, ഇഞ്ചക്ഷൻ ചെയ്യുന്നു. അവസാനം നമ്മളെല്ലാവരും ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ട്, സെലിബ്രിറ്റീസ് ചെയ്യുന്ന മാതിരി ഒരു ഫിക്സിങ്. അപ്പം ഞാനുള്ളത് ഗേറ്റ് വേൻ്റെ ഓഫീസിലാണ്. ബസവനഗുഡിയാണ് ഇത് വരുന്നത്. ലൈക്ക് സൗത്ത് ആൻഡ് ഇത് ബസവനഗുഡി ഏത് ഭാഗത്തൊക്കെ ആയിട്ട് വരും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇത് ബസവനഗുഡി സൗത്ത് ആൻഡ് റോഡ്. സൗത്ത് ആൻഡ് സർക്കിളിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ബാലാജി മെഡിക്കൽസിന്റെ. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ കേരളത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഗേറ്റ് വേ എന്ന് പറയുന്ന അത്രയും വലിയ ഒരു ഹെയർ ഫിക്സിങ് കമ്പനീസ് ഒക്കെ ബാംഗ്ലൂരിൽ ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ വലിയൊരു സന്തോഷം. എനിക്ക് എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. സാറിൻ്റെ പേര്? ഡോക്ടർ സേവ്യർ. സാർ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാനിപ്പോൾ 30 വർഷമായി. 30 വർഷത്തോളമായി. ഓക്കെ. എൻ്റെ മുടി എങ്ങനെ നാളെ വെക്കേണ്ടി വരുമോ സെലിബ്രിറ്റീസിന്റെ പോലെ? അത് സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഒത്തിരി വലിയ പ്രഷർ ആവശ്യമില്ല. നമ്മുടെ സെയിം ഹെയർ മാച്ച് ചെയ്ത് ഫിക്സ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നമുക്ക് മാനസികമായിട്ട് കുറച്ച് പൊരുത്തപ്പെടണമെന്നേ ഉള്ളൂ. നമുക്ക് വെച്ച ഫീൽ ഒന്നും വരത്തില്ല. നമ്മുടെ സ്വന്തം മുടി എങ്ങനെയാണോ അതുപോലെ തന്നെ യൂസ് ചെയ്യാനുള്ള ഈസി മെത്തേഡ്. അപ്പൊ നമ്മൾ ഈ കുളിക്കുമ്പോഴൊക്കെ കുളിക്കാം, കിടന്നുറങ്ങാം, താഞ്ഞു പിടിച്ച് വലിച്ചാലും വരില്ല, തൊട്ടാലും അറിയില്ല. സംഭവം സെറ്റാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലേ? ഓക്കെ. ഇന്നിപ്പോൾ ബാംഗ്ലൂരിൽ എല്ലാവരും ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഹെയർ ഫോൾ. മീൻസ് എല്ലാവർക്കും ഉണ്ട്. ബാംഗ്ലൂരിലേക്ക് വരുന്ന എല്ലാവരും പറയുന്ന ഏറ്റവും മെയിനായിട്ട് പറയുന്നത്, ഇത് ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ഹെയർ ഫോൾ. അതെ. അപ്പം അതിന് നമ്മളെല്ലാവരും പല കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടായിരിക്കും അവസാനം ഒരു ടൈം എത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് വേ ഒക്കെ പോലെ തന്നെ ഒരു ഹെയർ ഫിക്സിങ്ങിലേക്ക് എത്തും. അപ്പോൾ ഇപ്പോഴുള്ള ഒരു ഹെയർ ഫിക്സിങ് രീതി എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. അതെ. അപ്പം ഇപ്പം നമുക്ക് എത്ര ബ്രാഞ്ചുകളുണ്ട്? 30ഓളം ബ്രാഞ്ചസ് ഉണ്ട്. 30 വർഷമായി 30 ബ്രാഞ്ചുകളുണ്ട്. 30 വർഷം മുമ്പ് ഈ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത്? പിന്നെ 1994 സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഓക്കെ. അന്ന് മുതൽ നമ്മുടെ ഒരുവിധം സെലിബ്രിറ്റീസ് ഒക്കെ ഇത് നമ്മുടെ കേരളത്തിൽ ഉള്ള മുക്കാൽ സെലിബ്രിറ്റീസ് നമ്മുടെ കസ്റ്റമേഴ്സാണ്. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ നടൻ സിദ്ദിഖ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ. അതെ. അപ്പം സിദ്ദിഖ് സാർ ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്. അപ്പം ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനിപ്പോൾ കേരളത്തിൽ എങ്ങനെ ജനങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയോ? കേരളത്തിൽ എല്ലാവരുടെ സ്ഥാപനമായി മാറിയത്. കാരണം ബാംഗ്ലൂരിൽ ഓൾമോസ്റ്റ് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള എല്ലാവരും ഹെയർ ഫിക്സിങ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾമോസ്റ്റ് ഈ മീറ്റിംഗ്, പാർട്ടി, ലൈക്ക് സെലിബ്രിറ്റീസ്, പിന്നെ ഈ പൊളിറ്റീഷ്യൻസിലുള്ള ആൾക്കാർ നമ്മൾ കണ്ടെടുത്തോളം ഒരുവിധം എല്ലാവരും ഈ ഹെയർ ഫിക്സിങ് ചെയ്യുന്നവർ. സാറിൻ്റെ മുടി ഫിക്സ് ആണോ എന്നുള്ളത് അത് പടച്ചോൻ ഫിക്സ് ചെയ്ത് ഇതുവരെ പോയിട്ടില്ല. അല്ല, ഇങ്ങനെ മുടി ഒന്നും പോകുന്നത് കാണുമല്ലോ, നമ്മളതൊക്കെയാണ് പോകുന്നത്. ഓക്കെ. അപ്പം ആരെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ടോ? എല്ലാവരും സ്ഥിരം ചെയ്യുക, എത്ര രൂപയുടെ ആണെന്ന് ചോദിക്കാറുണ്ട്. കാരണം എന്താ പറയുക, അത് ആ മുടി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ആദ്യങ്ങളെ കണ്ടിങ്ങനെ ബാക്ക് കൂടി നടക്കുന്നുണ്ടപ്പോഴേ ഇത് നല്ല തിന്നായിട്ട് നല്ല രസത്തിലേക്ക് എടുക്കണ്ടല്ലോ, ഇതിപ്പോൾ എങ്ങനെയാണെന്നുള്ള ചോദിക്കാൻ നിൽക്കേനി. ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിൽ ഗേറ്റ് വേൻ്റെ ഇവരുടെ സെലൂണിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പോരുമോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവോ, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യുമെന്നുള്ളൊക്കെ ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട്. അപ്പം അതിനൊന്ന് സാറൊന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. അതേപോലെ തന്നെ എനിക്കറിയേണ്ട ഒരു കാര്യം, ഇപ്പം ഒരാൾ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അപ്പോൾ അവർക്ക് എത്ര ടൈം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയറിന് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും? മാക്സിമം 2 മണിക്കൂറിനുള്ളിൽ ഫിനിഷ് ചെയ്യും. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോട്ടോഗ്രാഫ് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ പഴയ ഫോട്ടോസ് അവരുടെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ഡിസൈൻ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യും. ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലേ, പിന്നെ ഇത്ര മരുന്നും കഴിച്ച് ഇഞ്ചക്ഷനും എടുത്ത്. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയി മരിച്ചു, മംഗലാപുരത്ത്. പുള്ളി കൊച്ചു പയ്യനാ, നല്ല സ്മാർട്ട് പയ്യനും മരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മളെല്ലാവരും സൗന്ദര്യം നന്നായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുന്നുണ്ട്. എല്ലാവരും സെലിബ്രിറ്റികളെ പോലെ ആവാൻ തന്നെയുള്ള ഒരു തീരുമാനത്തിലാണ്. ഒന്നല്ല, എല്ലാവർക്കും ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നടക്കണം, അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം 50 വയസ്സുള്ള ചേട്ടന്മാരൊക്കെ ഒരുവിധം ഒരു 45 കഴിയുമ്പോൾ ഹെയർ ഫിക്സിങ് ചെയ്യും. അപ്പം ഈ ഒരു എന്താ പറയുക, ഒരു 35-ലൊക്കെ ആയിരിക്കും ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുക. ആ സമയം മുതൽ അതിനൊരു 45 വരെ ആൾക്കാരെ മുന്നിലൊക്കെ കാണിച്ചു കൊണ്ടടന്ന് പിന്നീട് തോന്നിയിട്ടായിരിക്കും വെക്കാറ്. പക്ഷേ നമുക്ക് നേരത്തെ വെക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇപ്പം ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് സാധാരണക്കാർക്കൊക്കെ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ ഇത്? പിന്നെ നോർമൽ ആൾക്കാർക്ക്, ഇപ്പം സെലിബ്രിറ്റീസ് നമ്മുടെ കസ്റ്റമേഴ്സ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ രീതിയിലുള്ളതും നമ്മൾ ചെയ്യും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിപ്പം ഇവിടെ എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു സംഭവങ്ങൾ നോക്കാം. നിങ്ങളൊന്ന് നമുക്ക് കാണിച്ചു തരും, എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇപ്പം
ഇദ്ദേഹത്തിന്റെ ഹെയർ ഫിക്സ്ഡ് ആണ്. ഇത് കണ്ടോ, നമ്മുടെ തലയൊട്ടിന്ന് കിളിക്കുന്ന പോലത്തെ ഫീലിംഗ് ആണ് വരിക. ഓക്കെ ഓക്കെ. അത്ര രസം. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇത് കറക്റ്റ് ബ്ലെൻഡിങ് ആണ്. നമ്മുടെ ഒറിജിനൽ ഹെയർ, ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ഹെയർ ആണ് ഈ ഭാഗത്തൊക്കെ. അതെ അതെ അതെ. പുള്ളിക്ക് ഫ്രണ്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. അതെ, ഫ്രണ്ട് മാത്രമേ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏത് സ്റ്റൈൽ, ഇപ്പോൾ ഈ സ്റ്റൈലിലാണ് പുള്ളി വാരിയിരിക്കുന്നത്, വേണ്ട നമുക്ക് ഈ സ്റ്റൈലിലോട്ട് മാറ്റണമെങ്കിൽ മാറ്റാം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതിപ്പം നമ്മളിപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇത് വെക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിപ്പോ ഫ്രണ്ട് പാർട്ട് മാത്രമല്ല മാത്രം വെച്ചിട്ട്. ഓക്കെ ഓക്കെ. ഈ ബാക്ക് നിങ്ങട്ട് അയാൾ ഒറിജിനൽ മുടി, ഒറിജിനൽ ഹെയർ ആണ്. ഓക്കെ. ഇതിലിപ്പോ നമ്മൾ ജെല്ല് തേക്ക് അല്ലെങ്കിൽ വെള്ളം തട്ടിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല, സ്പൈക്ക് ആക്കി കൊണ്ടുനടക്കാം. ഇത് ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കാണിക്കാം. ഓക്കെ. ഇത് നമ്മൾ മഴയത്ത് നനഞ്ഞാലും കുഴപ്പമില്ല, വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്കിപ്പം വേറെ സ്റ്റൈലിൽ വേണമെങ്കിൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് കാണിക്കാം. കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഹെയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പൊ നമുക്കിത് ഒന്ന് സ്റ്റിക്ക് ഓൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല അല്ലേ? ഇപ്പൊ ഈ സൈഡിലായിരുന്നു, ഇപ്പൊ നമ്മൾ ഈ സൈഡിലോട്ടാക്കി. ഓക്കെ. അങ്ങനെ നമുക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ. അപ്പൊ നമ്മൾ ഈ മുടി വാരുന്ന സമയത്ത് ഇതിനെ സ്റ്റിക്ക് ചെയ്ത ഭാഗം നമുക്ക് കാണാൻ ഒന്നും കാണത്തില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ നോക്കിയ തലയൊട്ടിന്ന് കിളിക്കുന്ന പോലുള്ള ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അത്ര ക്ലോസപ്പിലാണ് ഇത്, അത്ര രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ഒരേ ലൈൻ വെച്ച പോലെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ ചെയ്യാം. ഓക്കെ. ഇത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഗേറ്റ് വേൻ്റെ സേവിയർ സാറിനെ പരിചയപ്പെടുത്തി തരാണ്. ഇദ്ദേഹം ഇന്ന് ബാംഗ്ലൂരിലുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഒരുമിച്ച് കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. ബാംഗ്ലൂർ, ഹുബ്ലി കർണാടക സ്റ്റേറ്റിലുണ്ട്, പിന്നെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. പിന്നെ നമുക്ക് ഡൽഹിയിലുണ്ട്, ഹൈദരാബാദ് ഉണ്ട്. ഓക്കെ. എന്തായാലും നമ്മൾ മലയാളികൾക്ക് നിങ്ങൾ ഇന്ത്യയിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഹെയർ ഫാൾ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് സേവിയർ സാറിനായിട്ട് ഒരു കൺസൾട്ടേഷൻ എടുത്തോളി, സംസാരിച്ചോളി. അപ്പം എന്താ പറയുക, നമുക്ക് ഒരു ഈസി വേ ആണിത്. നമുക്ക് കുറേ ആൾക്കാർ ഇന്ന് ബിസിനസ്സിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും റിലേഷൻഷിപ്സിലാണെങ്കിലും എല്ലായിടത്തും ഏറ്റവും മെയിനായിട്ട് നോക്കുക തലയിലേക്കാണ്. അതെ, നമുക്ക് ഹെയർ വരുമ്പോൾ ഒരു ഇപ്പം എല്ലാവരും പറയും മുടി പോയാൽ കോൺഫിഡൻ്റ് എന്ന് പറയും, പക്ഷെ ഒരു കോൺഫിഡൻസ് ലെവലാണ്. അല്ല, അതൊരു ഓർണമെന്റ് പോലെയാണ്. നമ്മൾ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് മുടി ഇല്ലാതെ നടന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഹെയർ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊരു ഭയങ്കര ഒരു എടുപ്പാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ മുടി വെട്ടിയത് മണ്ടത്തരായി പോയോ അതിന് മുമ്പ് തന്നെ സേവിയർ സാറിനെ കാണണമെന്ന് ചിന്തിക്കാൻ, കാരണം ആരും അറിയാതെ ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എൻ്റെ മുടി കൊഴിച്ചിലല്ല, മീൻസ് കൊടി കുറവല്ല, പക്ഷെ ഒരു ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഇത് നമുക്ക് ഇച്ചിരി ബൂസ്റ്റപ്പ് ചെയ്ത് വേണമെങ്കിൽ ട്രയൽ കാണിച്ചു തരാം. നമ്മുടെ ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലം ഹെയർ ഫാളിംഗ് ആണ്. അപ്പം എല്ലാവരും പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു നോക്കുന്നുണ്ട്, പല രീതിയിലും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു നോക്കുന്നുണ്ട്. അവസാനം എത്തുന്നത് ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ടൊരു ഈസി മെത്തേഡാണ്. ഓക്കെ. ഇതിൽ നമുക്ക് ഒത്തിരി ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ ഓക്കെ. നമ്മളിപ്പം അതിന് എണ്ണ പുരട്ടി അതിനുവേണ്ടി ഇത്ര മാസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യം, എണ്ണ പുരട്ടിയാൽ വരില്ല. ബിക്കോസ് ഇത് ആക്ച്വലി സയന്റിഫിക്കലി പറയണമെങ്കിൽ നമ്മുടെ തലേന്ന് പറയുന്നത് ഈ വളവിട്ട ചെടി കിളിക്കത്തില്ല, അതുപോലത്തെ സ്ഥലമൊന്നുമല്ല. അല്ല, അതാണ് എല്ലാവരുടെയും വിശ്വാസം. അതെ അതെ അതെ, വിശ്വാസമാണ്. ബിക്കോസ് അത് ഞാൻ കുറച്ച് പറയുന്നതുകൊണ്ട് ഒരാളൊരു എണ്ണ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നു, എൻ്റെ കസ്റ്റമറാണ്, അയാളുടെ തലയിൽ ഒട്ടും മുടിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത്, സാറേ ഞാൻ ആ എണ്ണ എടുത്ത് കൈ പെട്ട് ചിലപ്പോ ഇവിടുന്ന് കിളിക്കുമെന്ന് അങ്ങനൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ വിശ്വാസമാണ്. അത് പെരട്ടിയാൽ വരുമെന്നുള്ളത്. പക്ഷെ ആക്ച്വലി ഞാൻ 30 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ, ഒരിക്കലും മുടി വരത്തില്ല എണ്ണ പെരട്ടിയാൽ. അത് നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി. പിന്നെ അത് മാത്രമല്ല, പല പല മെത്തേഡ്സ് ഉണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, സർജറി, പ്ലാസ്മയുടെ ഇഞ്ചക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട്. ഇതും കൊണ്ടൊന്നും നമുക്കൊരു സൈക്കോളജിക്കൽ ഫീൽ അല്ലാതെ ഇതും കൊണ്ടൊന്നും
അത്ര സക്സസ്ഫുൾ അല്ല. മീൻസ് ട്രാൻസ്പ്ലാന്റേഷനിൽ സക്സസ്ഫുൾ അല്ല, ഒന്നും അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്തിനെന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷന്റെ 1-2 മുടി കിളിച്ച് അത് കിളിച്ചെന്ന് പറയാൻ പറ്റും. പക്ഷെ അത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അവിടെ ഫില്ലാവില്ല. സോ ഡോക്ടേഴ്സ് സേ ദാറ്റ് ഇറ്റ് ഈസ് സക്സസ്ഫുൾ. ഒരു മുടി കിളിച്ചാലും ഇറ്റ് ഈസ് സക്സസ്ഫുൾ അല്ലേ? അതുകൊണ്ടാണ് അവർ അതുകൊണ്ട് ഒരു അർത്ഥമില്ല. കസ്റ്റമേഴ്സ് അവിടെയാണ് വീഴുന്നത്. അത് കുറച്ച് ട്രാൻസ്പ്ലാന്റ് ഇവിടുത്തെ സൈഡിലെ മുടി എടുത്തിട്ട് ഇവിടെ പഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവിടെ മൊത്തത്തിലും മുടി കിളിക്കും. പക്ഷെ എന്നാൽ പോലും അവർ കഷണ്ടി തന്നെ ആയിരിക്കുള്ളൂ. ഹെയർ ഫിക്സിംഗ് ഈസ് ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫോർ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ ബ്രാഞ്ചിലും ട്രാൻസ്പ്ലാന്റിന്റെ ഒരു ക്യാബിനറ്റ് കൊടുത്താൽ പോരായിരുന്നു സക്സസ്ഫുൾ ആണെങ്കിൽ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഹെയർ ഫിക്സിംഗ് എന്ന് പറയുന്നത് എല്ലാ സെലിബ്രിറ്റീസ് ചെയ്യാൻ കാരണം അവർക്ക് ഇൻസ്റ്റന്റ് ഫിനിഷിംഗ് ആണ് കിട്ടുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് ഡയറക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഫിലിം ഡയറക്ടർ ഇഷ്ടംപോലെ പേര് ചെയ്തിട്ടുള്ളവരുണ്ട്. പിന്നെ ആക്ടേഴ്സ് എല്ലാം വമ്പൻ ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും പറയില്ല. പക്ഷെ നിങ്ങളുടെ ഇതിന്റെ അംബാസിഡർ തന്നെ. അതെ, സിദ്ദിഖ് സാർ നമ്മുടെ ആക്ടർ തന്നെയാണ്, നമ്മുടെ അംബാസിഡർ ആണ് ഗേറ്റ് വേയുടെ. അപ്പം അങ്ങനെ എല്ലാ മുക്കാൽ സെലിബ്രിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവര് ചെയ്യുമ്പോൾ അവർ എല്ലാ ആൾക്കാരും പടം നോക്കിയിട്ടാണല്ലോ ഓരോരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് അല്ലേ? അതെ. അതേപോലെ നമ്മള് ഇപ്പൊ അവര് ഇല്ലെങ്കിൽ അവര് ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ അവര് ചെയ്യണം ഫസ്റ്റ്, അത് സക്സസ്ഫുൾ ആണെങ്കിൽ. ഇപ്പം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റാർ, പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പുറമെ കഷണ്ടി ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഫിലിമിൽ വരുമ്പോൾ ഫുള്ള് ഹെയർ ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ കേട്ടെടുത്തോളം ചില ട്രീറ്റ്മെന്റുകൾ പേടിയാണ് പലർക്കും. കാരണം അതിലെന്ത് സംഭവിക്കുന്ന അറിയില്ല. കാരണം ഈ ഹെഡിൽ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്. അങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒരാഴ്ചക്ക് ഉള്ളിൽ തന്നെ മംഗലാപുരത്ത് ഒരാള് മരിച്ചു ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്. റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഒരു അർത്ഥമില്ല, ഒരു കാര്യമില്ല. നമ്മളിപ്പം ഈ സ്വർണം നമ്മളിടുന്നു, സ്വർണം ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത് ഊരി വെക്കാനോ. ആ കൺസെപ്റ്റ് നമ്മൾ ചെയ്ത. എന്തായാലും നമ്മളെല്ലാവരും സെലിബ്രിറ്റീസ് ആണ്. അപ്പം സേവ്യർ സാറിന്റെ അടുത്ത് വന്നപ്പം ഗേറ്റ് വേയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ സെലിബ്രിറ്റീസൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഹെയർ ഫോൾ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറേ ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഹെയർ ഫിക്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിന്റെ മുകളിൽ നമ്മൾ ഉദ്ദേശിച്ച മാതിരി എണ്ണ തേക്കാം, വെള്ളം ഒഴിക്കാം, എല്ലാം ജെല്ല് തേക്കാം, ഇത് പിടിച്ച് ഇത് ആഞ്ഞ് പിടിച്ച് വലിച്ചാൽ പോലും വരില്ല. ട്രൈ ചെയ്ത് നോക്കും. അതാണ് ഏറ്റവും വലിയ അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ആലോചിക്കുമ്പോൾ. ഇപ്പം എന്തായാലും നമ്മളിനി കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒന്ന് ഡേറ്റിങ്ങിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം നല്ലതാണ്. അതാകുമ്പോൾ പിടിച്ചു വലിച്ചാൽ പോരൂല. അപ്പം എന്തായാലും താങ്ക് യു സേവ്യർ സാർ. താങ്ക് യു.